തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായിട്ടുള്ള ട്രിവാൻഡ്രം സോഷ്യൽ സർവീസ് സൊസൈറ്റി പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ്. ട്രിവാൻഡ്രം സോഷ്യൽ സർവീസ് സൊസൈറ്റി അരൂപവൽക്കരിക്കപ്പെടുന്ന പല ജനവിഭാഗങ്ങളെയും ശ്രദ്ധിച്ചുകൊണ്ടാണ് അവർക്ക് വേണ്ടിയാണ് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം നമ്മുടെ തൊഴിലാളി വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഒരു കമ്മീഷൻ പ്രത്യേകമായിട്ടും ഇതിനുണ്ട്, തൊഴിൽകാര്യ കമ്മീഷൻ. അതിൻ്റെ കീഴിൽ കേരള ലേബർ മൂവ്മെൻറ്റ് കീഴിൽ അസംഘടിത തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള അവരുടെ ശാക്തീകരണത്തിനും ഉന്നമനത്തിനും വേണ്ടി വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നു. അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികളെ ശാക്തീകരിക്കുക, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും അവരുടെ ഉന്നമനത്തിന് വേണ്ടിയും നിലകൊള്ളുക അതേതൊരു സമൂഹത്തിൻ്റെയും വ്യക്തിയുടെയും ഉത്തരവാദിത്വം കൂടിയാണ്. ഇത്തരണത്തിൽ തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട എല്ലാവരുടെയും അധ്വാനങ്ങൾ പൊതുസമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും വലിയൊരു മൂലക്കല്ലായി മാറുന്നുണ്ട്. അങ്ങനെയുള്ള വിഭാഗങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അസംഘടിത മേഖലയിലുള്ള എല്ലാ തൊഴിലാളികൾക്കും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായിട്ടും നന്നായിട്ടും പോകട്ടെ എന്ന് പ്രത്യേകമായിട്ടും ആശംസിക്കുന്നു. ചേട്ടാ, KLMനെ കുറിച്ച് ഒരു വാക്കിൽ എന്താ ചേട്ടന് പറയാനുള്ളത്? നന്മയുള്ള ഒരു സംഘടന. KLM എല്ലാത്തിനും ഒരു കരുത്താണ്. KLM ഒരു ബലം തന്നെയാണ്. KLM ഒരു പ്രതീക്ഷയാണ്. KLM ഒരുമയാണ്. KLM എന്ന് പറയുന്ന സംഘടന ഒരു ഉത്തേജകമാണ്. KLM എന്ന് പറയുന്നത് എൻ്റെ ഒരു ദിനചര്യ പോലെയാണ്. KLM എൻ്റെ മാർഗദർശിയാണ്. KLM ഒരു പ്രചോദനം. KLM ഞങ്ങളുടെ ബലമാണ്. KLM ഒരു സംവിധാനമാണ്. KLM ഒരു കൂട്ടായ്മയാണ്. എൻ്റെ പേര് ദാസ് എന്നാണ്. ഞാൻ പുന്നയ്ക്കമകൾ ഇടവകയിലെ KLMൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റാണ്. കൃഷി ചെയ്യാനും കോഴി കൃഷി ഡെവലപ്മെൻറ്റ് ചെയ്യാനുള്ള ലോണൊക്കെ KLM എന്ന് എനിക്ക് തന്നിട്ടുണ്ട്. കോഴി അതുപോലെ തന്നെ രണ്ട് കൂട് നിർമ്മിച്ചിട്ടുണ്ട്. അതിലൊരു 75 കോഴി ആകെ ഉണ്ട്. അപ്പോൾ ഡെയിലി കിട്ടുന്ന ഇവിടെ മുട്ട വാങ്ങാനായിട്ട് ആൾ വരുന്നു. മുട്ട ഡെയിലി ഒരു 50 അടുപ്പിച്ച് മുട്ടകൾ വരുന്നുണ്ട്. വൈഫും കൂടെ ഹെൽപ്പ് ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത് പോകുന്നുണ്ട്. നമ്മുടെ KLM എന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് സഹായം ലഭിച്ചിട്ടുള്ളത്. പിന്നെ അതുപോയിട്ട് നമ്മൾ വേറെ പള്ളിയിലും നമ്മൾ വേറെ ഒരു പച്ചക്കറി കൃഷി ചെയ്യാനായിട്ടുള്ള ഇടങ്ങൾ നമ്മൾ കണ്ടെത്തി അതിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ലോൺ കിട്ടിയതിന് ശേഷം ഞാൻ കുറച്ച് കൂടൊക്കെ ഒന്ന് ഡെവലപ്പാക്കി കോഴിയെ കുറച്ചുകൂടെ വിരിയിച്ചെടുക്കാനുള്ള ഒരു പദ്ധതിയും കൂടെ ആസൂത്രണം ചെയ്ത് വരികയാണ്. നമുക്ക് മുട്ടയ്ക്കാണ് പ്രാധാന്യം കൂടെ. അപ്പോൾ അത് നമ്മൾ ശേഖരിച്ച് ഇവിടെ ആൾക്കാർ വരുമ്പോഴത്തേക്ക് അത് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ KLM എന്നെ സഹായിക്കുന്നുണ്ട്. അവർക്കൊരു ബിഗ് സല്യൂട്ട് കൂടെ കൊടുക്കുകയാണ്. അത്രയ്ക്ക് അവർ സഹായം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് സഹായിച്ച KLMനും എൻ്റെ പ്രവർത്തകർക്കും ആനിമേറ്റർക്കും കോർഡിനേറ്റർക്കും എല്ലാം വളരെ നന്ദി അർപ്പിക്കുകയാണ്. നമ്മൾ സെൻറ്റ് മൈക്കിൾസ് ചർച്ച് പെരിങ്ങമല ഇടവയിലുള്ള അംഗത്തുള്ള KLMൻ്റെ അംഗത്തുള്ള ആളാണ് ഞാൻ. നമ്മുടെ ഈ സംരംഭം തുടങ്ങാണ്ട് ഒരു വലിയ വിജയം എന്ന് പറഞ്ഞാൽ നമ്മൾ KLMൻ്റെ ഒരു കൂട്ടായ്മയിലാണ് നമ്മൾ തുടങ്ങിയത്. നമുക്ക് രൂപതയിൽ നിന്ന് ഒരു വലിയ സഹായം ഒരു 10,000 രൂപ നമുക്ക് തരികയും നമ്മളത് നല്ല രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്തു. ഒരു ലാഭവിധമായിട്ട് നമുക്ക് നല്ലൊരു എമൗണ്ട് കയ്യിൽ തന്നെ ഉണ്ട്. അത് നമ്മൾ KLMൻ്റെ വികസനത്തിന് വേണ്ടി നമ്മൾ പള്ളിയിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാവരും നല്ല കൂട്ടായ്മയോടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെ. ഇനിയും കൂടുതൽ ഇതിനകത്ത് നല്ല സംരംഭങ്ങൾ ചെയ്യണമെന്നും നമ്മൾ KLM യൂണിറ്റിൽ ആഗ്രഹമുണ്ട്. എൻ്റെ പേര് ബീനയാണ്. ഞാൻ KLMൻ്റെ അംഗമാണ്. ഞാൻ 10-30 വർഷം കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുകയും കുട്ടികളെല്ലാം പഠിച്ച് നല്ല രീതിയിൽ കടകളൊക്കെ ഇട്ട് അവരവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്നുണ്ട്. ഞാൻ ചെറിയ ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. അതിലെനിക്ക് വരുമാനമുണ്ട്. അതുകൊണ്ട് എൻ്റെ കുടുംബം കഴിഞ്ഞു പോകുന്നുണ്ട്. അതിൽ ഞാൻ വളരെ സന്തോഷമാണ്. എൻപവർ ക്രാഫ്റ്റ് പ്രോജക്റ്റ് വഴി എനിക്ക് ഒരു മിഷൻ ലഭിച്ചു. KLM വഴിയാണ് എനിക്ക് ഈ മിഷൻ ലഭിച്ചത്. അതുകൊണ്ട് ആ വരുമാനം കൊണ്ട് ടച്ചും ഒക്കെയാണ് എൻ്റെ ഈ വരുമാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ 10-20 കുട്ടികളെ പഠിപ്പിച്ച് അവരെല്ലാം നല്ല നിലയിൽ കടകളിട്ട് അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. എനിക്ക് ഈ ഒരു വരുമാനം കൊണ്ടും ചെറിയൊരു ബിസിനസ്സും ചെയ്താണ് ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എൻ്റെ പേര് സത്യകുമാർ. ഞാൻ ഉൾക്കൊള്ളാൻ KLMലെ അംഗമാണ്. ഞാൻ പാരമ്പര്യമായിട്ട് കൃഷി ചെയ്തു പോകുന്നു. എൻ്റെ പൂർവികർ പാരമ്പര്യമായിട്ട് കർഷകരായിരുന്നു. എനിക്ക് ഏകദേശം 2.5 ഏക്കറോളം പച്ചക്കറി കൃഷിയും വാഴ കൃഷിയൊക്കെ കിട്ടുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കൃഷിയെ നമ്മൾ പരിപാലിച്ചാൽ നമുക്ക് ഒരിക്കലും നഷ്ടം വരില്ല.
നഷ്ടം വരാത്ത രൂപത്തിൽ നമുക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാവുകയും ചെയ്യും. അതിന് യാതൊരു സംശയമില്ല. ഒരു വർഷത്തിൽ 365 ദിവസം എനിക്ക് സാധാരണ പച്ചക്കറി കൃഷി എനിക്കുണ്ട്. ഇത് നല്ല ഡിമാൻഡാണ്. കാർഷിക മേഖല യുവജനങ്ങൾ കടന്നു വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞങ്ങൾ പരുത്തിയൂർ ഇടവകയിലെ TSSന്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന KLM സമിതിയുടെ ഉപസംഘടനയായ വിശുദ്ധ മേരി മഗ്ദലന മോട്ടോർ വാഹന തൊഴിലാളി ഫോറത്തിലെ അംഗങ്ങളും ഞങ്ങൾ ഈ സ്വർഗീയയാത്ര എന്നൊരു പദ്ധതി 2022 ബഹുമാനപ്പെട്ട ഫാദർ സാബാസ് അച്ഛൻ TSSന്റെ ഡയറക്ടറായിരുന്ന സമയത്ത് ഞങ്ങൾ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയതാണ്. ഞങ്ങളുടെ ഫോറത്തിൻ്റെ എല്ലാ അംഗങ്ങളുടെ ഉന്നമനത്തിനും വളർച്ചയ്ക്കും വേണ്ടിയും സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയും ആണ് ഈ പ്രോജക്റ്റ് നടപ്പിലാക്കിയത്. ആരംഭിക്കുവാനായി ഞങ്ങൾക്ക് ഒത്തിരിയേറെ സാമ്പത്തികമായ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നു. ആ കാലഘട്ടം ഞങ്ങൾ രൂപതയിൽ നിന്നും ഞങ്ങളുടെ 20ഓളം അംഗങ്ങളെ ജീവൻ ജ്യോതി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്നും ഞങ്ങൾ 3 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു. രൂപത TSS 1 ലക്ഷം രൂപ ഞങ്ങൾക്ക് ഗ്രാൻഡായി തന്നിരുന്നു. ഞങ്ങളുടെ ഫോറത്തിൻ്റെ നല്ല വളർച്ചയ്ക്കും പ്രോജക്റ്റിൻ്റെ നല്ല നടത്തിപ്പിനും രൂപത TSSും രൂപത KLM വളരെ നല്ല രീതിയിലാണ് സപ്പോർട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീണ്ടും നമ്മുടെ ഈ പരുത്തിയൂർ ഇടവകയുടെ പ്രോജക്റ്റുകൾക്ക് ഇനി വരുന്ന പ്രോജക്റ്റുകൾക്കും മറ്റ് സഹായങ്ങൾ ഉണ്ടാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ പരുത്തിയൂർ KLMൻ്റെ അഭിനന്ദനങ്ങൾ നന്ദിയും അർപ്പിച്ചുകൊള്ളുന്നു. എൻ്റെ പേര് മേരി സുശീലാണ്. ഞാൻ പുത്തൻതോപ്പിലാണുള്ളത്. 2020 മുതൽ TSSന്റെ കീഴിലുള്ള KLMൽ ഒരു അംഗമാണ്. ഞാനിവിടെ 2015 മുതൽ ചെടി കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ 1.5 വർഷം കൊണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നു. 2024 മുതൽ മുല്ല കൃഷി, കുറ്റിമുല്ല കൃഷി ചെയ്യുന്നുണ്ട്. ഈ രീതിയിൽ ഇലകളൊക്കെ ഞാൻ വിൽക്കാറുണ്ട്. ചെടികളുടെ ഇലകളൊക്കെ 2015 പോലെ വിറ്റ് വരുന്നു. അപ്പോൾ അതിൽ നിന്നും കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ട് ഇതിലൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ അവിടെ നിന്ന് 2 പ്രാവശ്യം ചെറിയ തുകയായിട്ട് 2 പ്രാവശ്യം ലോൺ വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ കിട്ടുന്നത് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ പേര് മെറ്റി. ഞാൻ പരുത്തിയൂർ TSSന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന KLMലെ അംഗമാണ്. അവിടെ നിന്ന് ധനസഹായം ലഭിച്ചിട്ടാണ് ഫ്രഷ് മീൻ വാങ്ങിച്ച് ഉണക്കി ബിസിനസ് ചെയ്യുന്നത്. അതിൽ നിന്നുള്ള ലാഭം വെച്ചിട്ടാണ് എൻ്റെ വീട്ടിലെ ഉപജീവന മാർഗം നടത്തുന്നത്. ഇനിയും കൂടുതൽ ധനസഹായങ്ങളും പ്രതീക്ഷിക്കുന്നു. എൻ്റെ പേര് ചുരാഗി. ഞാൻ കൊല്ലംകോട് ഇടവകയിൽ നിന്നാണ്. KLMൽ 5 വർഷമായിട്ട് അംഗമായിട്ടുണ്ട്. KLMൽ പരിശീലനമൊക്കെ തയ്യലിൻ്റെ ഇതായിട്ട് ഭാഗമായിട്ട് തയ്യൽ പരിശീലനം കിട്ടി. അതിനുശേഷം വീണ്ടും വേറെ തയ്യൽ പരിശീലനമൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു ബൊട്ടീക്കായിട്ട് ഇത് തുടങ്ങിയത്. ഇതിപ്പോൾ തുടങ്ങിയിട്ട് 2 വർഷമായി. നല്ല രീതിക്ക് പ്രവർത്തിക്കുന്നു. എൻ്റെ പേര് ബാബു. ഞാൻ TSSലെ KLMൻ്റെ സെക്രട്ടറിയും പ്രസിഡൻറ്റും കൂടെയാണ്. അപ്പം ഇത് തുടങ്ങിയത് ഏപ്രിൽ മാസം 12-ാം തീയതി ഞങ്ങൾ ഈ പള്ളിയിലെ പാരിസിൻ്റെ നേതൃത്വത്തിലും ഞങ്ങളെ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. എൻ്റെ പേര് ബേബി എന്നാണ്. ഇടവയ്ക്കൽ വേളാങ്കണ്ണി മാതാവിൻ്റെ ചർച്ചിൻ്റെ KLM ഒരു അംഗമാണ്. ഏപ്രിൽ 12-ാം തീയതിയാണ് നമുക്ക് ഈ പച്ചക്കറിയുടെ ഉദ്ഘാടനം നടന്നത്. ഞാൻ സിമി, കൊല്ലംകോട് ഇടവക അംഗമാണ്. കൊല്ലംകോട് ഇടവകയിലെ KLMലെ തൊഴിൽ ഫോറത്തിൽ ഒരംഗം കൂടിയാണ്. അതിൽ എക്സിക്യൂട്ടീവായിട്ട് 6 വർഷമായി ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. രൂപതയുടെ തയ്യൽത്തൊഴിൽ ഫോറത്തിൻ്റെ കൺവീനറായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ 2018 മുതൽ സ്വന്തമായി സംരംഭം നടത്തി വരുന്ന ആളാണ്. TSSന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ തുടങ്ങിയതിന് ശേഷം ഒരുപാട് ആളുകളെ പരിചയപ്പെടുകയും തയ്യൽ തൊഴിലാക്കി നിൽക്കുന്നവരുടെ മേഖലയിൽ പ്രവർത്തിക്കാനും അവർക്ക് കൂടുതൽ അറിവുകൾ കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. അതൊരു എൻ്റെ സേവനം പോലെ ഒരുപാട് പേര് എന്തെങ്കിലും സംശയം ചോദിച്ചു വന്ന് അവർക്ക് പുതിയ ഡിസൈൻ പറഞ്ഞു കൊടുക്കാനും അല്ലെങ്കിൽ ആ തുണി കട്ട് ചെയ്ത് ആ ഡിസൈൻ അനുസരിച്ച് പാറ്റേൺ കട്ട് ചെയ്ത് കൊടുക്കാനൊക്കെ എൻ്റെ ഒരു സേവനമായി ഞാൻ ചെയ്യാറുണ്ട്. എൻ്റെ പേര് റാണി.
ഞാൻ പരുത്തിയൂർ ഇടവകയിലെ KLM പ്രവർത്തിക്കുന്ന അംഗമാണ്. TSSന്റെ കീഴിൽ കിട്ടുന്ന ധനസഹായം കൊണ്ടാണ് എൻ്റെ ഉപജീവന മാർഗം. ഞാൻ ചെയ്യുന്ന തൊഴിൽ അവലോസ് പൊടി വറുത്ത് പാക്കറ്റിലാക്കി വിൽക്കുന്നതാണ്. അതോടൊപ്പം ഉണക്കമീനും ഉണക്കി പാക്കറ്റിലാക്കി വിൽക്കുന്നതാണ്. എൻ്റെ പേര് ജോർജാണ്. തൃക്കണ്ണാപുരം ഇടവക. ഞാൻ KLMൽ 15 വർഷം കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ വാഴത്തോട്ടം വാഴക്കൃഷികൾ ചെയ്യുന്നുണ്ട്. ഈ KLMൻ്റെ ഭാഗമായിട്ട് 25 വാഴക്കന്ന് ഈ വർഷം കിട്ടുകയുണ്ടായി. കൃഷിയായിട്ട് ബന്ധപ്പെട്ട് പോകുന്നുണ്ട്. എൻ്റെ പേര് ലീനമ്മ. എനിക്ക് TSSന്ന് ഈ അച്ചാർ ഇടാനുള്ള ഒരു ട്രെയിനിങ് തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് അച്ചാറിടാനുള്ള അച്ചാറിന് വേണ്ടി ഓർഡർ എനിക്ക് വിദേശത്തുനിന്നും പിന്നെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്നുണ്ട്. ഞാൻ 50 കിലോയോളം ഇടുന്നുണ്ട്. പിന്നെ എനിക്ക് ഈ ട്രെയിനിങ് തന്ന TSS ഉള്ള എല്ലാവരോടും എനിക്ക് പ്രത്യേക നന്ദി. ഇതിൽ കൂടി എനിക്ക് നല്ലൊരു വരുമാനം എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ ദൈനംദിന ജീവിതത്തിന് എനിക്ക് ഈ വരുമാനത്തിൽ കൂടി എൻ്റെ കാര്യങ്ങൾ എനിക്ക് നടന്നു പോകുന്നുണ്ട്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. TSSലെ അംഗങ്ങളോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്.